അയ്യോ പാവം തന്നെ കേട്ടാ. സുരേഷ് ഗോപി അണ്ണനെ ഒരു സിനിമ എടുത്ത് കേരളത്തെ അങ്ങ് അപകീർത്തിപ്പെടുത്താമെന്ന് കരുതി. പക്ഷെ പ്രേക്ഷകരെല്ലാം കൂടി ചവിട്ടി മൂലയിൽ വെച്ചിരിക്കുകയാണ്. JSK ഒരു കൃത്രിമ വിവാദമൊക്കെ ഉണ്ടാക്കി ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജിന്റെ ഒരു മാസ് സിനിമ പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ആ സിനിമയിൽ സംഘപരിവാറുകാരുടെ ഒരു പ്രത്യേക വികാരം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സിനിമ തിയേറ്ററിൽ വമ്പൻ ഹിറ്റായപ്പോ അതേപോലത്തെ ഒരു നാടകമൊക്കെ ഇറക്കി സംഘികൾ ഈ സിനിമയ്ക്കെതിരെ വികാരം പുറപ്പെടുവിക്കുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കി കുറച്ച് വൈകിച്ചൊക്കെ റിലീസ് ചെയ്തു. പക്ഷെ അതിനകത്ത് കുത്തി നിറച്ചിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെതിരെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു പ്രൊപ്പഗൻഡ സിനിമ. അതിനുവേണ്ടി ജാനകി വൈസസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലൊക്കെ ഒരു സിനിമ നിർമ്മിക്കുന്നു, അതിൽ സംഘികൾ കയറി തടയിടുന്നു എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നു. അതിന് പിന്നാലെ സുരേഷ് ഗോപി അണ്ണനും സംഘവും, അതായത് സംഘികളായിട്ടുള്ള പ്രവീൺ നാരായൺ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇപ്പോ ഒരു കൊയ്ത്ത് നടത്താമെന്നാണ് വിചാരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല സംഘി ഊളകളെ എന്നുള്ളതാണ് ഇപ്പോ ആ സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി. സിനിമയെ സംബന്ധിച്ച് അശ്വന്ത് കോക്ക് എന്ന സിനിമാ നിരൂപകനായിട്ടുള്ള വ്യക്തി, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏറെ പ്രചാരകരായിട്ടുള്ള വ്യക്തി അതിനെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയത് ഇപ്പോ വമ്പൻ ഹിറ്റാണ്. കേൾക്കേണ്ടതാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിനെ കുറ്റം പറയണം, അതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ്